ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള വിദ്യാർത്ഥികളുടെ അദ്ദർസു സാലിസ് വസലാസൂൻ 33ാമത്തെ പാഠമായിട്ട് വരുന്നത് എന്താണ്? ഇവിടെ ചിത്രത്തിലെ ക്യാറ്റിലെ പൂച്ചക്ക് അറബിയിൽ നമ്മൾ കിത്ത എന്ന് പറയും. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാണ്? തോ ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്ന ഷദ്ദാണ് നമ്മൾ ഇതിൽ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഷദ്? അപ്പോൾ ഏത് അക്ഷരത്തിനാണോ ഷദ് വരുന്നത്? ഇവിടെ തോ വന്നു. അപ്പോൾ നമ്മളിവിടെ ഒന്നും കൂടി കനപ്പിച്ച് പറയണം, കട്ടി കൂട്ടി പറയണം. കിത്ത. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ താ വരുമ്പോൾ ഹ ആയിട്ട് നിർത്തണം. കിത്ത. അവസാനത്തിൽ ഹ വരണം. കിത്ത. മനസ്സിലായില്ല? അങ്ങനെ ഹ ആയിട്ട് ഉച്ചരിക്കണം. അപ്പോൾ നമുക്ക് ബാക്കി മനസ്സിലാക്കാം. മക്ക ക. കാഫിന് ഷദ് വന്നു. കൊബ്ബ ബ. ഇഫ ഫ. മിന്ന ന. ഉമ്മുൻ. ഇവിടെ ശബ്ദമുണ്ട്, തൻവീൻ ലമ്മുണ്ട്. തൻവീൻ എന്ന് പറഞ്ഞാൽ നൂനാവണം നമ്മൾ പറയുമ്പോൾ. ഉമ്മുൻ. ഹബ്ബുൻ. കുല്ലുൻ. ബർറുൻ. ഖത്ത. ജല്ല. ഫറ. ഷക്ക. അടുത്തതോ അമ്മ. ഇന്ന. മനസ്സിലാക്കുക. നൂന് വരുമ്പോൾ അത് നൂനിനും മീമിനും വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ ഒരു കനം വരണം. അവിടെ നമുക്ക് ഖുർആനൊക്കെ ഓതുമ്പം ഉന്നത്ത് എന്ന് പറയണം തജ്വീദ് നിയമത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ കനപ്പിക്കുന്നതിനേക്കാളും ഒന്നും കൂടി ശ്രദ്ധിക്കണം മീമും നൂനും. അടുത്തത് നമുക്ക് നെക്ര വായിക്കാനാണ്. അപ്പോൾ ഷദ്ദുള്ള കുറച്ച് വേർഡ്സുകളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. റബ്ബുൻ. സിത്തത്തുൻ. ജുസ്സത്തുൻ. സ ആണ്. അടുത്തതോ ഹജ്ജുൻ. മുഖുൻ. ഷദ്ദുൻ. ബിർറുൻ. മസ്സുൻ. റഷുൻ. മനസ്സിലാക്കുക. ഷദ് ഉച്ചാരണമൊക്കെ കനപ്പിക്കുക. ഷദ്ദുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരു ഹർക്കത്തുള്ളൊരക്ഷരം. അതായത് ഇപ്പോൾ ഇവിടെ ബിർറുൻ എന്നത് വന്നത് റ് പ്ലസ് റ. ഇത് ചേർന്നാലാണ് എന്ത്? ഷദ്ദുള്ള ഒരക്ഷരം ഉണ്ടാവുന്നത്. റ് പ്ലസ് റ. അപ്പോൾ ഇവിടെ എത്ര റ ഉണ്ട് വെച്ചാൽ 2 റ ചേർന്നിട്ടാണ് ഷദ്ദുള്ള അക്ഷരം വന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കട്ടോ. ഇനി നമുക്ക് എന്താണ് താഴെ ഉള്ള ഖുർആനിൽ നിന്ന് വന്ന ചെറിയ ആയത്തിൻ്റെ ഭാഗങ്ങളാണ് അല്ലേ? അപ്പോൾ അതിൽ ഷദ്ദുള്ള അക്ഷരങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഖുർആനിൽ നൂനും മീമും വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഉന്നത്ത് മണിക്കണം. അവിടെ അപ്പോൾ മണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തരിമൂക്കുന്നൊരു രാഗം വരണം. അതാണ് മണിക്കൽ. അപ്പോൾ ബി റബ്ബിന്നാസ്. റബ്ബി പറഞ്ഞതുപോലെയല്ല നമ്മൾ നൂന് പറഞ്ഞത്. ബി റബ്ബിന്നാസ്. അടുത്തതോ ഫസല്ലി ലി റബ്ബിക. ലി ബി വന്നു അല്ലേ? അടുത്തതോ
വത്തീനി വസ്സൈത്തൂൻ, വത്തീനി വസ്സൈത്തൂൻ. അടുത്തതോ വറബ്ബക ഫകബ്ബിർ, വറബ്ബക ബ ഫകബ്ബിർ. അടുത്തത് യുകദ്ദിബു, യുകദ്ദിബു ബിദ്ദീൻ. ഇവിടെ ദാല്, ഇവിടെ ദാല്. യുകദ്ദിബു ബിദ്ദീൻ. അടുത്തതോ ഫീ അമദിം മുമദ്ദദ, മുമദ്ദദ. ഇവിടെ ശബ്ദമുള്ള മീമ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഉന്നത്തോട് കൂടെ വേണം. ഇവിടെ തൻവീന് ശേഷമാണ്. അപ്പോൾ അവിടെയൊക്കെ തജ്വീദ് നിയമങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ ക്ലാസ്സിലെത്തിയിട്ട് മനസ്സിലാക്കാം. ഇവിടെ മും ദിമ്മു അങ്ങനെ വേണം മൂ പറയാൻ. അമദിം മുമദ്ദദ. അപ്പോൾ ഇവിടെയൊക്കെ ശബ്ദ് വന്ന അക്ഷരങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അടുത്തത് എന്താണ്? നക്ര. ഖുർആന് ചെറിയ വേർഡ്സുകളാണ് വന്നത് ശബ്ദമുള്ള. ഫതബസ്സമ, ഫതബസ്സമ സ അല്ലേ? ശബ്ദമുള്ള സീന് വന്നു. അടുത്തതോ യഹുല്ലു, യഹുല്ലു ലു. മുമസ്സകിൻ, മുമസ്സകിൻ സ. ഒഫാറൻ, ഒഫാറൻ ഫ വന്നു ശബ്ദമുള്ള. സിജ്ജീനുൻ, സിജ്ജീ ജീനുൻ. വദ്ദു, വദ്ദു ദാല്, വദ്ദു. അതൊക്കെ മനസ്സിലാക്കുക. നമുക്കതിൻ്റെ തദ്രിബാത്ത് നോക്കാം. നമുക്ക് അതിൻ്റെ വർക്ക് വരുന്നത് കാറ്റ് അല്ലേ? കിത്തോ, കിത്തോ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഷദ്ദാണ് അല്ലേ? അപ്പോൾ ഇവിടെ നുലബിൻ ഷദ്ദിന് നമ്മൾ നിറം നൽകണം. അപ്പോൾ ഇതിന് നമുക്ക് പിങ്ക് കളറിലാണ് ഇവിടെ ലൈൻ വന്നത്. ആ കളർ നൽകാം. അപ്പോൾ എഴുതുന്ന രീതി മനസ്സിലാക്കാം. ഷദ്ദ് ഇവിടെ ഗ്രീനാണ്. അപ്പോൾ വൃത്തിയിൽ നിറം നൽകാം. ഇനി നെർസു നമുക്ക് മുകളിലൂടെ എഴുതി പഠിക്കാം. ഇങ്ങനെ നമ്മൾ 3 എഴുതലുണ്ട് അല്ലേ? അതുപോലെ ഇങ്ങനെ മുകളിലേക്കാണ് കേട്ടോ എഴുതേണ്ടത്. ഷദ്ദ് എന്നാണ് ഷദ്ദ്. അങ്ങനെ നമുക്ക് എഴുതി മനസ്സിലാക്കാം. ഇനി നക്തുബ് നമുക്കിവിടെ താഴെ ഈ ബോക്സിലേക്ക് അതേപോലെ നമുക്ക് എഴുതണം. മനസ്സിലായില്ല? ഷദ്ദ്. അപ്പോൾ അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കുക. ഇനി നക്തുബ് കമാഫിൽ മിസാൽ ഉദാഹരണത്തിലേതുപോലെ എഴുതണം. ഇവിടെ ജറ, ജറ എന്ന് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഷദ്ദ് ഇട്ടുകൊടുത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ജറ, ജറ എന്നുള്ളത് ജറ എന്ന് ഷദ്ദ് ഇട്ടുകൊടുത്ത് എഴുതി. അതുപോലെ ഇതാ തബ, തബ. അപ്പോൾ ഇവിടെ തബ്ബ, ബാന് ഷദ്ദ് ഇട്ടുകൊടുത്തിട്ട് ഫത്ത ഇടുക, തബ്ബ. പിന്നെ ഇവിടെ അസ, 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 അസ ഷദ്ദ് ഇട്ട് കൊടുക്കുക. സായിൻ്റെ പുള്ളീൻ്റെ മേലെ ഷദ്ദ് ഇട്ട് കൊടുക്കുക. പിന്നെ ജല, ജല്ല ഷദ്ദ് ഇട്ടിട്ട് വേണം ഫത്തഹ് ഇടാൻ കേട്ടോ. ജല്ല. ഇനി റഷ, റഷ, റഷ പുള്ളിയിട്ടിട്ട് ഷദ്ദ് ഇട്ടിട്ട് ഫത്തഹ്, റഷ. അപ്പോൾ എല്ലാവരും ഒത്തിരി ചെയ്യാൻ കേട്ടോ. അതൊക്കെ ഞാൻ എഴുതുന്നില്ല. അപ്പോൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഷദ്ദ് വന്നതിന് എന്ത് ചെയ്യണം? റൗണ്ട് ചെയ്ത് കൊടുക്കണം. റുത്തിബ. അപ്പോൾ ഇവിടെ ഇന് വന്നു റുത്തിബ. മജ്ജദ അല്ലേ? അഹറ ഇന് വന്നു. ഷറഫ ഇന് വന്നു. തമ്മത്ത്, തമ്മത്ത് ഇവിടെ മീമിന് വന്നു. പിന്നെ നുബിഹ ഇന് വന്നു. അവിടെ മനസ്സിലാക്കിയിട്ട് എഴുതട്ടോ. അടുത്ത എന്താണ്? നക്ര വനക്തബ് പകർത്തി എഴുതാനാണ്. തവ്വാബുൻ, തവ്വാബുൻ വാവിന് ശബ്ദം വന്നിട്ടുണ്ട്. വാ, തവ്വാബുൻ. അപ്പോൾ അത് 1 2 3 4 ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞിട്ട് എഴുതട്ടോ. ഇനി സിജ്ജീനുൻ, സിജ്ജീനുൻ, സിജ്ജീനുൻ പറഞ്ഞിട്ട് എഴുതുക. തന്നൂറുൻ, തന്നൂറുൻ. ഹുബ്ബൻ ജമ്മ, ഹുബ്ബൻ ജമ്മ, ഹുബ്ബൻ ബൻ ജമ്മ. അടുത്ത വർക്ക് എന്താണ്? നക്തുബുൽ അസ്മാ. നമുക്കിവിടെ ചിത്രം തന്നിട്ടുണ്ട്. അതിൻ്റെ പേര് നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളിപ്പോൾ പഠിച്ച കാറ്റ് അല്ലേ? എന്താണ്? കിത്ത, കിത്ത. അത് നമുക്കവിടെ എഴുതി കൊടുക്കാം, കിത്ത എന്ന്. പിന്നെ നമ്മൾ മരം പഠിച്ചിരുന്നില്ല, ട്രീ. എന്തായിരുന്നു? ഷജറ, ഷജറ. അപ്പോൾ ഇവിടെ ഷജറ എന്ന് എഴുതാം. അടുത്തതാ
ഷീപ്പ്. ഷീപ്പിന് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഷീപ്പിന് ലൊഇൻ. ലൊഇൻ. സ്വാദിന് പുള്ളിട്ട ലോദ്. ലൊഇൻ. അപ്പോൾ അതൊക്കെ നമ്മളെ മുമ്പത്തെ പാഠം നോക്കിയിട്ട് തെറ്റില്ലാതെ എഴുതി പഠിക്കുക. ഇനി അടുത്തത് എന്താണ്? ഫ്ലാഗ്. ഫ്ലാഗിന് എന്തായിരുന്നു? അലം. അലം. അയിനിട്ടിട്ട് അല്ലേ നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ ഇടുന്ന അതിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നോക്കിയിട്ട് എഴുതുക. ഇതുപോലെ നമ്മൾ മുമ്പ് പഠിച്ച എല്ലാ ചിത്രത്തിൻ്റെയും പേരുകൾ നമുക്ക് ഓർമ്മ വേണം ചിത്രം കണ്ടാൽ. അപ്പോൾ അതൊക്കെ എക്സാമാണ് വരുന്നത്. എല്ലാവരും നന്നായി മനസ്സിലാക്കി ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ വൃത്തിയിൽ എഴുതുക. അപ്പോൾ ഇത്രയാണ് 33ാമത്തെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഷദ് വരുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നൂനിനും മീമിനും അത് പ്രത്യേക ശ്രദ്ധിച്ചിട്ട് വേണം ഉന്നത്ത് കൊടുക്കാൻ കേട്ടോ. ബാക്കിയുള്ള അക്ഷരങ്ങൾ പറയുന്നത് പോലെയല്ല മീമും നൂനും. അപ്പോൾ അതൊക്കെ ഖുറാനോത്താണ് നമുക്ക് ഇനി 2ാം ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് വീഡിയോ ഒക്കെ ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് ചോദ്യപേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും ഉപകാരപ്പെടുത്തണം. കിട്ടാത്തവരൊന്ന് മെസ്സേജ് ചെയ്യുക. 82 89 89 29 85 നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.